ദിനവൃത്താന്തം ഒന്നാം പുസ്തകം അധ്യായം 27. ഇസ്രായേൽ പുത്രന്മാർ ആളെണ്ണപ്രകാരം പിതൃഭവനത്തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സംവത്സരത്തിലെ സകല മാസങ്ങളിലും മാസാന്തരം വരികയും പോവുകയും ചെയ്യുന്ന അതത് കൂറുകളുടെ ഓരോ പ്രവൃത്തിയിലും രാജാവിന് സേവ ചെയ്തു പോന്ന അവരുടെ പ്രമാണികളും ആകെ 24,000 പേർ. ഒന്നാം മാസത്തേക്കുള്ള ഒന്നാം കൂറിന് മേൽവിചാരകൻ സബ്ദിയേലിന്റെ മകൻ യാശോബെയ. അവന്റെ കൂറിൽ 24,000 പേർ. അവൻ പേരസിന്റെ പുത്രന്മാരിൽ ഉള്ളവനും ഒന്നാം മാസത്തെ സകല സേനാപതികൾക്കും തലവനുമായിരുന്നു. രണ്ടാം മാസത്തേക്കുള്ള കൂറിന് അഹോഹ്യനായ ദോദായി മേൽവിചാരകനും അവന്റെ കൂറിൽ മിക്ലോത്ത് പ്രമാണിയുമായിരുന്നു. അവന്റെ കൂറിലും 24,000 പേർ. മൂന്നാം മാസത്തേക്കുള്ള മൂന്നാമത്തെ സേനാപതി മഹാപുരോഹിതനായ യഹോയാദയുടെ മകൻ ബെനായാവ്. അവന്റെ കൂറിലും 24,000 പേർ. 30 പേരിൽ വീരനും 30 പേർക്ക് തലവനുമായ ബെനായാവ് ഇവൻ തന്നെ. അവന്റെ കൂറിന് അവന്റെ മകനായ അമ്മീസാബാദ് പ്രമാണിയായിരുന്നു. നാലാം മാസത്തേക്കുള്ള നാലാമത്തവൻ യോവാബിന്റെ സഹോദരനായ അസാഹേലും അവന്റെ ശേഷം അവന്റെ മകനായ സബദ്യാവും ആയിരുന്നു. അവന്റെ കൂറിലും 24,000 പേർ. അഞ്ചാം മാസത്തേക്കുള്ള അഞ്ചാമത്തവൻ ഇസ്രാഹീനായ ശംഹൂത്ത്. അവന്റെ കൂറിലും 24,000 പേർ. ആറാം മാസത്തേക്കുള്ള ആറാമത്തവൻ തെക്കോവ്യനായ ഇക്കേഷിന്റെ മകൻ ഈര. അവന്റെ കൂറിലും 24,000 പേർ. ഏഴാം മാസത്തേക്കുള്ള ഏഴാമത്തവൻ എഫ്രൈമ്യരിൽ പെലോന്യനായ ഹേലസ്. അവന്റെ കൂറിലും 24,000 പേർ. എട്ടാം മാസത്തേക്കുള്ള എട്ടാമത്തവൻ സർഹ്യരിൽ ഹൂശാത്തിനായ സിബേഖായി. അവന്റെ കൂറിലും 24,000 പേർ. ഒമ്പതാം മാസത്തേക്കുള്ള ഒമ്പതാമത്തവൻ ബെന്യാമീന്യരിൽ അനാഥോത്തിനായ അബിയേസർ. അവന്റെ കൂറിലും 24,000 പേർ. പത്താം മാസത്തേക്കുള്ള പത്താമത്തവൻ സർഹ്യരിൽ നെത്തോഫാത്തിനായ മഹറായി. അവന്റെ കൂറിലും 24,000 പേർ. 11-ാം മാസത്തേക്കുള്ള 11-ാമത്തവൻ എഫ്രൈമിന്റെ പുത്രന്മാരിൽ പിരാഥോന്യനായ ബെനായാവ്. അവന്റെ കൂറിലും 24,000 പേർ. 12-ാം മാസത്തേക്കുള്ള 12-ാമത്തവൻ ഒത്നിയേലിൽ നിന്ന് ഉത്ഭവിച്ച നെത്തോഫാത്തിനായ ഹെൽദായി. അവന്റെ കൂറിലും 24,000 പേർ. ഇസ്രായേൽ ഗോത്രങ്ങളുടെ തലവന്മാർ: രൂബേന്യർക്ക് പ്രഭു സിക്രിയുടെ മകൻ എലിയേസർ. ശിമയോന്യർക്ക് മയഖയുടെ മകൻ ശഫത്യാവ്. ലേവ്യർക്ക് കെമുവേലിന്റെ മകൻ അശബ്യാവ്. അഹരോന്യർക്ക് സാദോക്ക്. യഹൂദായ്ക്ക് ദാവീദിന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ എലീഹു. ഇസ്സാഖാരിന് മീഖായേലിന്റെ മകൻ ഒമ്രി. സെബൂലൂന് ഓബദ്യാവിന്റെ മകൻ ഇശ്മയ്യാവ്. നഫ്താലിക്ക് അസ്രിയേലിന്റെ മകൻ യെരീമോത്ത്. എഫ്രീമർക്ക് അസസ്യാവിന്റെ മകൻ ഹോശേയ. മനശ്ശെയുടെ പാതി ഗോത്രത്തിന് പെദായാവിന്റെ മകൻ യോവേൽ. ഗിലെയാദിലെ മനശ്ശെയുടെ പാതി ഗോത്രത്തിന് സെഖര്യാവിന്റെ മകൻ ഇദ്ദോ. ബെന്യാമീന് അബ്നേരിന്റെ മകൻ യാസിയേൽ. ദാന് യെരോഹാമിന്റെ മകൻ അസരയേൽ. ഇവർ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് പ്രഭുക്കന്മാരായിരുന്നു. എന്നാൽ യഹോവ ഇസ്രായേലിനെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തിരുന്നത് കൊണ്ട് ദാവീദ് 20 വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണം എടുത്തില്ല. സെരൂയയുടെ മകനായ യോവാബ് എണ്ണുവാൻ തുടങ്ങിയെങ്കിലും അവൻ തീർത്തില്ല. അതു നിമിത്തം ഇസ്രായേലിന്മേൽ കോപം വന്നതുകൊണ്ട് ആ സംഖ്യ ദാവീദ് രാജാവിന്റെ വൃത്താന്ത പുസ്തകത്തിലെ കണക്കിൽ ചേർത്തിട്ടുമില്ല. രാജാവിന്റെ ഭണ്ഡാരത്തിന് അദീയേലിന്റെ മകനായ അസ്മാവേത്ത് മേൽവിചാരകൻ. നിലങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കോട്ടകളിലുമുള്ള പാണ്ഡിശാലകൾക്ക് ഉസിയാവിന്റെ മകൻ യഹോനാഥാൻ മേൽവിചാരകൻ. വയലിൽ വേല ചെയ്ത കൃഷിക്കാർക്ക് കെലൂബിന്റെ മകൻ യസ്രി മേൽവിചാരകൻ. മുന്തിരിത്തോട്ടങ്ങൾക്ക് രാമാത്യനായ ശിമയും മുന്തിരിത്തോട്ടങ്ങളിലെ അനുഭവമായ വീഞ്ഞു സൂക്ഷിക്കുന്ന നിലവറകൾക്ക് ഷിഫ്മ്യനായ സബ്ദിയും മേൽവിചാരകർ. ഒലിവ് വൃക്ഷങ്ങൾക്കും താഴ്വീതിയിലെ കാട്ടത്തികൾക്കും ഗാദേര്യനായ ബാൽഹാനാനും എണ്ണ സൂക്ഷിച്ചു വെക്കുന്ന നിലവറകൾക്ക് യോവാശും മേൽവിചാരകർ. ഷാരോനിൽ മേയുന്ന നാൽക്കാലികൾക്ക് ഷാരോന്യനായ ചിത്രായിയും താഴ്വരയിലെ നാൽക്കാലികൾക്ക്
അദായിയുടെ മകനായ ഷാഫാത്തും മേൽവിചാരകർ. ഒട്ടകങ്ങൾക്ക് ഇസ്മായേലിനായ ഓബീലും കഴുതകൾക്ക് മേരോനോത്യനായ യഹുദയാവും മേൽവിചാരകർ. ആടുകൾക്ക് അഗ്രീയനായ യാസീസ് മേൽവിചാരകൻ. ഇവർ എല്ലാവരും ദാവീദ് രാജാവിന്റെ വസ്തുവകകൾക്ക് അധിപതിമാരായിരുന്നു. ദാവീദിന്റെ ചിറ്റപ്പനായ യോനാഥാൻ ബുദ്ധിമാനായ ഒരു മന്ത്രിയും ശാസ്ത്രിയും ആയിരുന്നു. ഹക്കുമോനിയുടെ മകനായ യഹിയേൽ രാജകുമാരന്മാരുടെ സഹവാസിയായിരുന്നു. അഹീത്തോഫൽ രാജമന്ത്രി, അർഖ്യനായ ഹൂശായി രാജമിത്രം. അഹീത്തോഫലിന്റെ ശേഷം ബെനായാവിന്റെ മകനായ യഹോയാദയും അബ്യാഥാരും മന്ത്രികൾ. രാജാവിന്റെ സേനാധിപതി യോവാബ്.